കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. പി കെ ശ്രീമതി ടീച്ചറോട് മാപ്പ് പറഞ്ഞത് തന്റെ ഔദാര്യമെന്ന ബി.ജെ.പി. നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ വാദം പൊളിയുന്നു. കേസ് ഒത്തുതീർപ്പാക്കിയത് ഗോപാലകൃഷ്ണൻ മാപ്പ് പറയാമെന്ന ധാരണയിൽ. ഒത്തുതീർപ്പ് രേഖകൾ കൈരളി ന്യൂസിന്. ഏത് കാരണവശാലും ഒരു സ്ത്രീയുടെ കണ്ണുനീർ വീഴാൻ പാടില്ല എന്ന എൻ്റെ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ പഠനവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനെടുത്ത ഒരു തീരുമാനമാണ് കേരളത്തിനൊരു മാതൃകയായിക്കോട്ടെ എന്ന എൻ്റെ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ഖേദപ്രകടനം. അതെൻ്റെ ഔദാര്യമാണ്. ആരും പറഞ്ഞിട്ടല്ല, കോടതി പറഞ്ഞിട്ടല്ല, കേസ് നടത്തിയിട്ടല്ല. എൻ്റെ മുമ്പിൽ ശ്രീമതി ടീച്ചർ കണ്ണീരോട് കൂടിയിട്ട് ടീച്ചറുടെ വീടിൽ, ടീച്ചർ നാട്ടിൽ, ടീച്ചർ സഞ്ചരിക്കുമ്പോഴെല്ലാം അവഹേളനം നേരിടുന്നു എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ, അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ വേണമെങ്കിൽ ഖേദം ഞാൻ രേഖപ്പെടുത്താം ടീച്ചറെ എന്ന എൻ്റെ അഭിപ്രായമാണ്. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ, ഹൈക്കോടതിക്ക് മുന്നിൽ വളരെ വിശദമായി മാപ്പ് പറഞ്ഞ ഗോപാലകൃഷ്ണൻ ഇന്നിപ്പോൾ വീണ്ടും നിലപാട് മാറ്റുകയാണ്. തൻ്റെ എന്തോ ഔദാര്യം കൊണ്ട് മാപ്പ് പറഞ്ഞു എന്നാണ് ഗോപാലകൃഷ്ണൻ്റെ വിശദീകരണം. സാലി. ഷമ്മി, തൻ്റെ ഔദാര്യമാണ്, ശ്രീമതി ടീച്ചറുടെ കണ്ണീര് കണ്ടിട്ടാണ്, തൻ്റെ രാഷ്ട്രീയ നിലപാടാണ് മാപ്പ് പറഞ്ഞത് എന്നതൊക്കെ ന്യായീകരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ തൃശ്ശൂരിൽ ബി ഗോപാലകൃഷ്ണൻ. പക്ഷെ അതൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹം അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതല്ല യഥാർത്ഥ വസ്തുത. കോടതിയിൽ എന്താണ് നടന്നത് എന്നതിൻ്റെ രേഖയാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. അതായത് ഹൈക്കോടതിയിൽ കേസ് എത്തുന്നു, നമുക്കറിയുന്ന പോലെ കോടതി മീഡിയേഷന് വിടുന്നു. മീഡിയേറ്ററിന് മുമ്പാകെ രണ്ടു കൂട്ടരും കരാർ ഒപ്പുവെക്കുന്നു. രണ്ട് കൂട്ടരുമുണ്ട്, രണ്ട് കക്ഷികളുമുണ്ട്, രണ്ട് കക്ഷികളുടെ അഭിഭാഷകരുമുണ്ട്. അടിയിൽ മീഡിയേറ്റർ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ രേഖ നമ്മൾ പുറത്തുവിട്ടത് വായിച്ചാലറിയാം. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കേസ് സെറ്റിലാകുന്നത്, ഈ കേസ് നടപടികൾ ശ്രീമതി ടീച്ചർ അവസാനിപ്പിക്കുന്നത് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ വാചകമായി തന്നെ പറയുന്നത്, ദ പെറ്റീഷണർ അഗ്രി ടു എക്സ്പ്രസ് ഹിസ് റിഗ്രറ്റ് ബിഫോർ ദ മീഡിയ ടുഡേ റിഗാർഡിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്. താൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞതിൽ തനിക്കുള്ള ഖേദം മാപ്പായി മീഡിയ മുമ്പാകെ പറഞ്ഞുകൊള്ളാമെന്ന് ഇതിലെ കക്ഷിയായി ബി ഗോപാലകൃഷ്ണൻ സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നു എന്നുള്ളതാണ് രണ്ട് കക്ഷികളുടെയും, ബി ഗോപാലകൃഷ്ണൻ, പി കെ ശ്രീമതി ടീച്ചർ, പെറ്റീഷൻ ഓഫ് ദ കൗൺസിലർ, കൗൺസിൽ ഓഫ് ദ പെറ്റീഷണർ, കൗൺസിൽ ഓഫ് ദ റെസ്പോണ്ടന്റ്. ഒപ്പം ദിസ് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ഈസ് ഓതന്റിക്കേറ്റഡ് ബൈ അഡ്വക്കേറ്റ് കെ എ മുഹമ്മദ് യൂസുഫ്, മീഡിയേറ്റർ. ഹൈക്കോടതി നിയോഗിച്ച മീഡിയേറ്റർ ഹൈക്കോടതിക്ക് രാവിലെ സമർപ്പിച്ച രേഖയാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ബി ഗോപാലകൃഷ്ണൻ പരസ്യമായി മാധ്യമങ്ങൾ മുമ്പാകെ ടീച്ചറെ അടുത്ത് വിളിച്ചു നിർത്തി മാപ്പ് പറഞ്ഞത് എന്നുള്ള കാര്യം. അതിൽ കൃത്യമായി പറയുന്നുണ്ട് എന്ത് സാഹചര്യത്തിലാണ് മാപ്പിലേക്ക് എത്തിയതെന്നുള്ള വിവരം. പക്ഷേ ഇന്ന് ബി ഗോപാലകൃഷ്ണൻ അവകാശപ്പെട്ടത് രാവിലെ, ഇന്നലെ അദ്ദേഹം ഈ വാർത്ത കൊടുത്ത ചില മാധ്യമപ്രവർത്തകരെ ഫോണിൽ വിളിച്ച് അങ്ങനെയൊന്നുമല്ല, ആ മാപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് കൃത്യമായി ഔപചാരികമായി തന്നെ പറഞ്ഞു തൻ്റെ ഔദാര്യമാണ് ശ്രീമതി ടീച്ചറോട് പറഞ്ഞ മാപ്പ്. ടീച്ചറുടെ കണ്ണീര് കണ്ടിട്ട് വിഷമം തോന്നിയിട്ടാണ് താൻ മാപ്പ് പറഞ്ഞതെന്നൊക്കെയാണ്. അതൊന്നും അല്ല വസ്തുത. കേസിൽ പെടുമെന്ന് മനസ്സിലായപ്പോൾ, ഇത് നിയമക്കുരുക്കിലേക്ക് പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ അഭിഭാഷകൻ കൂടിയായ ബി ഗോപാലകൃഷ്ണൻ മാപ്പ് പറയാൻ തയ്യാറാവുകയായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസ് പരിഗണിച്ചിട്ട് ബി ഗോപാലകൃഷ്ണൻ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഏപ്രിൽ 4-ന് ബി ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനായിരുന്നു കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടപടികളിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഈ FIR കേസും കോഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ എത്തുന്നത്. അങ്ങനെയാണ് മാപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പം അഭിഭാഷകനായ ഗോപാലകൃഷ്ണന് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ കൊണ്ട് മനസ്സിലായി ഇത് കുരുക്കിലേക്കാണ് പോകാൻ പോകുന്നത്, താൻ പെടും എന്ന് ബോധ്യപ്പെട്ടു, തെളിവുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അപ്പോഴാണ് നിലപാട് മാറ്റി മാപ്പിലേക്ക് എത്തിയത്. അങ്ങനെയാണ് പരസ്യമായി വന്ന് മാപ്പ് പറഞ്ഞത്. പക്ഷേ അത് സംഘപരിവാർ കേന്ദ്രങ്ങൾക്കൊക്കെ വലിയ അപമാനമായി എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ മാപ്പ് സംഘപരിവാറിൻ്റെ പരമ്പരാഗത പരിപാടിയാണ് എന്ന തരത്തിലൊക്കെ വലിയ വിമർശനം ഉയർന്നു വരികയും അവർക്ക് അപമാനകരമായി നാണക്കേടുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് മറ്റു ചില നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഗോപാലകൃഷ്ണൻ നേരെ പ്ലേറ്റ് മറിച്ചു. ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു താൻ ഔദാര്യം ചെയ്തതാണ്, ടീച്ചറുടെ കണ്ണീര് കണ്ടിട്ടാണെന്ന്. അതൊന്നും അല്ല എന്നാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ട രേഖയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതി രേഖയാണ്.
അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ ഇല്ല. ഹൈക്കോടതിയിൽ മീഡിയേറ്റർ കൊടുത്ത രേഖയാണ്. ഇതനുസരിച്ചാണ് ഇനി കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പോകുന്നത്. തീർച്ചയായും സാലി, ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ പിന്നെ വീണ്ടും അതിനെ ന്യായീകരിക്കാൻ ചില പ്രസ്താവനകൾ ഇറക്കുകയാണ് ഗോപാലകൃഷ്ണൻ. പക്ഷേ യാഥാർത്ഥ്യം അതല്ല, അതിൻ്റെ രേഖകളാണ് സാലി പുറത്തുവിട്ടത്.